ഫ്രീഡം വേൾഡ്. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് അവരുടെ കഴിവുകൾ കൊണ്ടും ത്യാഗം കൊണ്ടും നമ്മുടെ ഈ ലോകത്തെ മാറ്റിമറിച്ച ഏറ്റവും ഉന്നതരായ 10 മനുഷ്യരെ പറ്റിയാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്പർ 10, ആൽബർട്ട് ഐൻസ്റ്റീൻ. ആൽബർട്ട് ഐൻസ്റ്റീൻ ജർമ്മൻ വംശജനായ ഒരു സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്നു. ആപേക്ഷികതാ സിദ്ധാന്തം വികസിപ്പിച്ചെടുക്കുന്നതിൽ അദ്ദേഹം പ്രശസ്തനാണ്. ക്വാണ്ടം സിദ്ധാന്തത്തിനും ഐൻസ്റ്റീൻ പ്രധാന സംഭാവനകൾ നൽകി. പ്രത്യേക ആപേക്ഷികതയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ അദ്ദേഹത്തിന്റെ ഊർജ്ജ തുല്യതാ സൂത്രവാക്യം E=mc², ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ സമവാക്യം എന്ന് വിളിക്കപ്പെടുന്നു. 1921 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം അദ്ദേഹത്തിന് ലഭിച്ചു. നമ്പർ 9, ക്രിസ്റ്റഫർ കൊളംബസ്. ഇദ്ദേഹം റിപ്പബ്ലിക് ഓഫ് ജനോവയിൽ നിന്നുള്ള ഒരു ഇറ്റാലിയൻ പരിവേഷകനും നാവിഗേറ്ററുമായിരുന്നു. കത്തോലിക്ക രാജാക്കന്മാരുടെ സ്പാനിഷ് ആസ്ഥാനമായുള്ള 4 യാത്രകൾ അദ്ദേഹം അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ പൂർത്തിയാക്കി. അമേരിക്കകളുടെ വ്യാപകമായ യൂറോപ്യൻ പരിവേഷണത്തിനും കോളനി വൽക്കരണത്തിനും വഴിയൊരുക്കി. കരീബിയൻ, മധ്യ തെക്കേ അമേരിക്ക എന്നിവയുമായുള്ള ആദ്യത്തെ അറിയപ്പെടുന്ന യൂറോപ്യൻ ബന്ധമായിരുന്നു അദ്ദേഹത്തിന്റെ പരിവേഷണങ്ങൾ. നമ്പർ 8, ജോഹന്നാസ് ഗുട്ടൻബർഗ്. അദ്ദേഹം ഒരു ജർമ്മൻ കണ്ടുപിടുത്തക്കാരനും കരകൗശല വിദഗ്ധനുമായിരുന്നു. അദ്ദേഹം മൂവബിൾ ടൈപ്പ് പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിച്ചു. കിഴക്കൻ ഏഷ്യയിൽ ഇതിനകം തന്നെ മൂവബിൾ ടൈപ്പ് ഉപയോഗത്തിലിരുന്നെങ്കിലും ഗുട്ടൻബർഗിന്റെ പ്രിന്റിംഗ് പ്രസിന്റെ കണ്ടുപിടുത്തം വളരെ വേഗത്തിലുള്ള അച്ചടി നിരക്ക് സാധ്യമാക്കി. പിന്നീട് അച്ചടിശാല ലോകമെമ്പാടും വ്യാപിച്ചു. ഇതൊരു വിവര വിപ്ലവത്തിനും യൂറോപ്പിലുടനീളം അത്ഭുതപൂർവമായ സാഹിത്യ വ്യാപനത്തിനും കാരണമായി. നമ്പർ 7, സായ്ലൂൺ. സായ്ലൂൺ മുമ്പ് റോമവൽക്കരിക്കപ്പെട്ടിരുന്ന കായ്ലൂൺ കിഴക്കൻ ഹാൻ രാജവംശത്തിലെ ഒരു ചൈനീസ് ഷണ്ടൻ കൊട്ടാര ഉദ്യോഗസ്ഥനായിരുന്നു. മരത്തിന്റെ പുറം തൊലിയിലൂടെയും ചണയുടെ അറ്റങ്ങളിലൂടെയും പൾപ്പ് ചേർത്തതിന്റെ ഫലമായി അദ്ദേഹം കടലാസ് ചരിത്രത്തിൽ ഒരു പ്രധാന സ്ഥാനം വഹിക്കുന്നു. ഇത് വലിയ തോതിലുള്ള നിർമ്മാണത്തിനും ലോകമെമ്പാടും കടലാസ് വ്യാപനത്തിനും കാരണമായി. BC 3-ാം നൂറ്റാണ്ട് മുതൽ കടലാസിന്റെ മുൻകാല രൂപങ്ങൾ നിലവിലുണ്ട്. നമ്പർ 6, പോൾ ഓഫ് ടാർസൂസ്. പോൾ വിശുദ്ധ പൗലോസ് എന്നും അറിയപ്പെടുന്നു. 1-ാം നൂറ്റാണ്ടിലെ ലോകത്ത് യേശുവിന്റെ പഠിപ്പിക്കലുകൾ പ്രചരിപ്പിച്ച ഒരു ക്രിസ്തീയ അപ്പോസ്തലനായിരുന്നു അദ്ദേഹം. പുതിയ നിയമത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ സംഭാവനകൾക്ക് അപ്പോസ്തലിക കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളായി പൊതുവെ കണക്കാക്കപ്പെടുന്നു. കൂടാതെ 40കളുടെ മധ്യം മുതൽ 50കളുടെ മധ്യം വരെ ഏഷ്യ മൈനറിലും യൂറോപ്പിലും നിരവധി ക്രിസ്തീയ സമൂഹങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു. നമ്പർ 5, കോൺഫ്യൂഷ്യസ്. പരമ്പരാഗതമായി ചൈനീസ് ഋഷിമാരുടെ മാതൃകയായി കണക്കാക്കപ്പെടുന്ന വസന്ത ശരത്കാല കാലഘട്ടത്തിലെ ഒരു ചൈനീസ് തത്വചിന്തകനായിരുന്നു കോൺഫ്യൂഷ്യസ്. സിനോസ്ഫിയറിന്റെ പങ്കിട്ട സാംസ്കാരിക പൈതൃകത്തിന്റെ ഭൂരിഭാഗവും കൺഫ്യൂഷ്യസിന്റെ തത്വചിന്തയിലും പഠിപ്പിക്കലുകളിലും നിന്നാണ് ഉത്ഭവിക്കുന്നത്. കൺഫ്യൂഷ്യനിസം എന്ന് വിളിക്കപ്പെടുന്ന അദ്ദേഹത്തിന്റെ ദാർശനിക പഠിപ്പിക്കലുകൾ വ്യക്തിപരവും സർക്കാർപരവുമായ ധാർമ്മികത, സാമൂഹിക ബന്ധങ്ങൾ, നീതി, ദയ എന്നിവയ്ക്ക് ഊന്നൽ നൽകി. നമ്പർ 4, ബുദ്ധ. സിദ്ധാർത്ഥ ഗൗതമൻ സാധാരണയായി ബുദ്ധൻ എന്ന് വിളിക്കപ്പെടുന്നു. ഒരു അലഞ്ഞുതിരിയുന്ന സന്യാസിയും മത അധ്യാപകനുമായിരുന്നു അദ്ദേഹം. ബുദ്ധമതം സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. ഭിക്ഷാടനം, സന്യാസം, ധ്യാനം എന്നിവയുടെ ജീവിതം നയിച്ച ശേഷം അദ്ദേഹം ഇപ്പോൾ ഇന്ത്യ എന്നറിയപ്പെടുന്ന ബോധ്ഗയയിൽ നിർവ്വാണം പ്രാപിച്ചു. തുടർന്ന് ബുദ്ധൻ താഴത്തെ ഇന്തോ ഗംഗാ സമതലത്തിലൂടെ അലഞ്ഞു നടന്ന് ഒരു സന്യാസക്രമം പഠിപ്പിക്കുകയും നിർമ്മിക്കുകയും ചെയ്തു. നമ്പർ 3, ജീസസ്. യേശുക്രിസ്തു എന്നറിയപ്പെടുന്ന നസ്രത്തിലെ യേശു 1-ാം നൂറ്റാണ്ടിലെ ഒരു ജൂത പ്രസംഗകനും മത നേതാവുമായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ മതമായ ക്രിസ്തു മതത്തിന്റെ കേന്ദ്ര വ്യക്തിത്വമാണ് അദ്ദേഹം. മിക്ക ക്രിസ്ത്യാനികളും യേശുവിനെ പുത്രനായ ദൈവത്തിന്റെ അവതാരമായും പഴയ നിയമത്തിൽ പ്രവചിച്ചിരിക്കുന്ന ദാവീദിക വംശത്തിൽ നിന്നുള്ള ഒരു പിൻഗാമിയായ മിശിഹായായും അല്ലെങ്കിൽ ക്രിസ്തുവായും കണക്കാക്കുന്നു. അതികഠിനമായ കുരിശുമരണമാണ് ഇദ്ദേഹം വരിച്ചത്. നമ്പർ 2, ഐസക് ന്യൂട്ടൺ. ഒരു ഗണിതശാസ്ത്രജ്ഞൻ, ഭൗതിക ശാസ്ത്രജ്ഞൻ, ജ്യോതിശാസ്ത്രജ്ഞൻ, ആൽക്കമിസ്റ്റ്, ദൈവശാസ്ത്രജ്ഞൻ എന്നീ നിലകളിലെല്ലാം സജീവമായി പ്രവർത്തിച്ചിരുന്ന ന്യൂട്ടൺ ഒരു ഇംഗ്ലീഷ് ബഹുഭാഷാ പണ്ഡിതനായിരുന്നു. ന്യൂട്ടൺ ശാസ്ത്ര വിപ്ലവത്തിലും തുടർന്നുള്ള ജ്ഞാനോദയത്തിലും ഒരു പ്രധാന വ്യക്തിയായിരുന്നു. ആധുനിക ശാസ്ത്രം കൊണ്ടുവരുന്നതിൽ അദ്ദേഹത്തിന്റെ കൃതി ഏറ്റവും സ്വാധീനം ചെലുത്തിയതായി കണക്കാക്കപ്പെടുന്നു. കൂടാതെ ന്യൂട്ടൺ ശാസ്ത്രീയ രീതിക്ക് സംഭാവന നൽകുകയും പരിഷ്കരിക്കുകയും ചെയ്തു. നമ്പർ 1, മുഹമ്മദ്. മുഹമ്മദ് ഒരു അറബ് മത സൈനിക രാഷ്ട്രീയ നേതാവും ഇസ്ലാമിന്റെ സ്ഥാപകനുമായിരുന്നു. ഇസ്ലാമിന്റെ അഭിപ്രായത്തിൽ ആദം, നോഹ, അബ്രഹാം, മോശ, യേശു, മറ്റ് പ്രവാചകന്മാർ എന്നിവരുടെ ഏകദൈവ പഠിപ്പിക്കലുകൾ പ്രസംഗിക്കാനും സ്ഥിരീകരിക്കാനും ദൈവികമായ പ്രചോദിതനായ ഒരു പ്രവാചകനായിരുന്നു അദ്ദേഹം. മുസ്ലിങ്ങൾ അദ്ദേഹത്തെ പ്രവാചകന്മാരുടെ മുദ്രയായി വിശ്വസിക്കുന്നു. ഖുറാനിനൊപ്പം അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകളും മാനദണ്ഡ മാതൃകകളും ഇസ്ലാമിക മതവിശ്വാസത്തിന്റെ അടിസ്ഥാനമായി മാറുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.